ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കൊരു സത്യത്തിൽ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ഒരു കഴിഞ്ഞ വീഡിയോ കണ്ട് എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് കാറ് നന്നാക്കുന്നൊരു വീഡിയോ ആയിരുന്നു. അത് നമ്മുടെ കണ്ണൂരുള്ള ഒരു നവാസ് എന്ന് പറയുന്ന ഒരു കക്ഷി പുള്ളി വണ്ടിക്കകത്ത് കയറി വന്നപ്പോൾ എൻ്റെ വീഡിയോ കാണുകയുണ്ടായി. അപ്പോൾ പെട്ടെന്ന് പുള്ളിക്കാരൻ റേഡിയേറ്റർ തുറന്ന് നോക്കിയാൽ വെള്ളമില്ലായിരുന്നു. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ പുള്ളി എനിക്കൊരു ഗിഫ്റ്റ് എനിക്ക് തന്നു. അപ്പോൾ അത് ഞാൻ പ്രശസ്തമായിട്ടുള്ള ഒരാളെ കൊണ്ടാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ആളെ വിളിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രശസ്തമായിട്ടുള്ള അവി വ്ലോഗ്. അതെ, സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. ഇന്ന് അൺബോക്സ് ചെയ്യും. ഓക്കെ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഇതുപോലെ ചെയ്യാവോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനത്തെ വലിയ ആളൊന്നുമല്ല. അപ്പം എന്നോട് ചോദിച്ചു ചെയ്യുമ്പോൾ നമുക്കൊരു അംഗീകാരം കിട്ടുമ്പോൾ നമ്മൾ പ്രശസ്തമായിട്ടുള്ള നമ്മളെ അറിയാവുന്ന ഒരാളെ കൊണ്ട് ചെയ്യുന്നത്. അങ്ങനെയൊന്നും ഇല്ല. എൻ്റെ അടുത്തൊന്ന് പറഞ്ഞ് അൺബോക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു വീഡിയോ ചെയ്യാനാന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ വേറെ അധോലോകമായിട്ട് മാറിയോ. പക്ഷെ എന്തായാലും ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. നമ്മളെ ഒന്ന് ജസ്റ്റ് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് തന്നെ വന്നല്ലേ, ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇങ്ങോട്ട് വന്നതാണ് അൺബോക്സിങ് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഈ ചേട്ടൻ കെട്ടിയേക്കുന്നത് നമ്മുടെ ഇവിടെ അടുത്തുനിന്ന് അല്ലേ, അങ്ങനെ നമ്മളെ അതായത് ഇതൊന്ന് അൺബോക്സ് ചെയ്യാൻ കൊണ്ടുവന്നത്. ഇതൊരു ഗിംബലാണ്. എന്തായാലും എൻ്റെ വീഡിയോ ശക്തി പകരാൻ ചെറിയൊരു ശക്തി ഷേക്കൊന്നും ആകാതെ. അതെ തന്നെ. അപ്പം ഇത് അറിയാം, ഗിംബലിൻ്റെ ഉപയോഗം അറിയാമല്ലോ. മൊബൈലിൽ വീഡിയോ എടുക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സംഭവമാണ്. ഷേക്കൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യട്ടെ. ഇങ്ങനെ ചെയ്ത് പിടിച്ചു. ഇതാണ് യൂസർ മാനുവൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എന്തായാലും ഇത് വെച്ച് കുറേ വീഡിയോ ചെയ്യാൻ പറ്റും. വലിയ റീച്ച് ആകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പിന്നെ ഡേറ്റാ കേബിളും അതുപോലെ ഒരു ചെറിയ അതെ, ഇത് നമ്മുടെ ഒരു ട്രൈപ്പോഡാണ് കേട്ടോ. നമുക്ക് സ്റ്റാൻഡായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ട്രൈപ്പോഡ്. ഇതെന്തായാലും കൊള്ളാം, നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു ഒന്ന് ഓൺ ആക്കണം. അപ്പോൾ നമ്മുടെ ഫോൺ ഒന്ന് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്വിച്ച് അല്ലേ ബ്രോ ഓൺ ആക്കുന്നത്, ലോങ് പ്രസ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇത് കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റ് ഏതൊരു ദിശയിലോട്ടാന്ന് വെച്ചാൽ എല്ലാം കറക്റ്റായിട്ട് വന്നിരിക്കും. പിന്നെ നമുക്കിതാ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വേണ്ട, ഈ ഒരു ബട്ടണിൽ തന്നെ നമുക്ക് എല്ലാം കാര്യങ്ങൾ അതായത് ഇങ്ങനെ കൊണ്ടുപോകാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ തിരിച്ച് നല്ല സ്മൂത്തിൽ കിട്ടും സംഭവം. നല്ല സ്റ്റെബിലൈസേഷൻ ഉണ്ട്. നമ്മളിപ്പം ഗിംബൽ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. നമ്മൾ ഇതും യൂസ് ചെയ്തെടുക്കുന്നതും അല്ലാതെ നമ്മൾ വിത്തൗട്ട് കയ്യിൽ പിടിക്കുമ്പോൾ അത്യാവശ്യം ഷെയ്ക്ക് വരും. ഗിംബലാകുമ്പോൾ നല്ലൊരു ഒഴുക്ക് കിട്ടും, സംഭവം നല്ല നൈസായിട്ട് വെക്കുള്ളൂ. ഈ ഒരു സാധനം വെച്ച് ബ്രോയുടെ കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം വെച്ചിട്ട് ഒരുപാട് വീഡിയോ ചെയ്യട്ടെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഉയരങ്ങളിലെത്തട്ടെ. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ഈ മച്ചാനെ സപ്പോർട്ട് ചെയ്യുക. കണ്ടതിൽ ഒരുപാട് സന്തോഷം. ചാനലിൻ്റെ പേര് കേരള ട്രാവലർ ബൈ വിഷ്ണുരാജ്. കേരള ട്രാവൽ ബൈ വിഷ്ണുരാജ്. ഓക്കെ, കറക്റ്റ് വീടാണ് ബ്രോ? ബുധനൂർ. അതെ, നമ്മുടെ മാന്നാറൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന ഒരു സ്ഥലത്തു നിന്നാണ്. അപ്പോൾ ഇത് സാധനം കിട്ടിയത് കണ്ണൂർ. അതെങ്ങനെ കോൺടാക്ട്? നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാം വഴി നമുക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ പുള്ളി വണ്ടിയെ കയറിയപ്പോൾ ഇതുകൊണ്ട് ഞാനൊരു കാറിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ പുള്ളിക്കൊരു യൂസ്ഫുൾ ആയിരുന്നു. അപ്പം നമ്മളൊരു കാറിൻ്റെ ടിപ്സ് ചെയ്തായിരുന്നു, നമ്മൾ പ്രൊട്ടക്ഷനായിട്ട് അതിന്. അപ്പം പുള്ളി കയറി ജസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ പുള്ളിക്ക് അതായിട്ടൊരു ലക്ഷക്കണക്കിന് രൂപയുടെ വണ്ടി കേടായി പോയിരുന്നപ്പോഴത്തേനും പുള്ളിക്ക് ഒരു സന്തോഷം. റേഡിയേറ്റർ വെള്ളമില്ല. അപ്പോഴത്തേക്കിന് പുള്ളിക്ക് ഒരു സന്തോഷം കൂടി എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയച്ചു. അങ്ങനെ അത് എന്താ വേണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മൊബൈലിലൊക്കെ എടുക്കുന്നത്, അപ്പം ഇതുകൊണ്ട് എനിക്ക് ഒന്ന് ഷെയ്ക്കാതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതുകൊണ്ട് ഗിംബലുണ്ട്. അപ്പം നല്ല പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിച്ചു തരാൻ പറഞ്ഞു. അപ്പം കൊറിയർ അയച്ചു തരുമായിരുന്നു. അപ്പോൾ ആ ചേട്ടന് ഒരുപാട് നന്ദി, നമ്മുടെ ഈ ഒരു മച്ചാനെ സപ്പോർട്ട് ചെയ്തതിൽ. അപ്പം ചെറിയൊരു അംഗീകാരം എനിക്ക് കൂടെ ഒരു അൺബോക്സിങ്ങിന് സാധിച്ചത് സന്തോഷം, വളരെ സന്തോഷം. എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ എത്ര സബ്സ്ക്രൈബറായി? എനിക്ക് 1K അത്രേ ഉള്ളൂ. 1K ഇല്ലേ, അത് തന്നെ വലിയ കാര്യമാണ്. എന്തായാലും ഇനി മില്യൺസ് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.
അപ്പം കഴിച്ച് നമ്മുടെ ഗിംബൽ അവി വ്ലോഗ് അൺബോക്സ് ചെയ്തു. അപ്പം നമുക്ക് നേരെ ചെറിയൊരു റിവ്യൂയിലേക്ക് പോകാം. അതായത് ഇതിൻ്റെ ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ അധികം ബോറടിപ്പിക്കുന്നില്ല നിങ്ങളെ. അപ്പം ജസ്റ്റ് ഇതൊന്ന് കാണുക. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മറ്റ് യൂട്യൂബ് ചാനലുകളുണ്ട് ഇതിനെപ്പറ്റി. അപ്പം നിങ്ങളിത് ജസ്റ്റ് ഒന്ന് കാണുക, നിങ്ങളെ ഒന്ന് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നേരെ ഒന്ന് കാണുക. ഞാൻ ഇതുകൊണ്ടൊന്ന് ഓടി നോക്കാം എങ്ങനെയുണ്ടെന്ന്. കണ്ടോ, ഒരു ഷേക്ക് പോലെ ആകാതെ നമുക്ക് വീഡിയോ കിട്ടുന്നതായിരിക്കും. ഓടി കാണിച്ചില്ല ഞാനിപ്പം. അപ്പം ഇത് നല്ല ഒരു സ്റ്റെബിലൈസേഷൻ ഉണ്ട്. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മൾ ക്യാമറ ഷേക്ക് ആകത്തില്ല. നമ്മുടെ കയ്യിൽ എങ്ങോട്ട് വന്നാലും നമ്മൾ കറക്റ്റ് ഇതായിരിക്കും. നല്ല പക്ക എങ്ങോട്ട് കാണുന്നതെന്ന് പറഞ്ഞാലും ഒരേ രീതിയിൽ തന്നെ നല്ല സ്റ്റെബിലൈസേഷൻ ആയിട്ട് നിൽക്കും. നമുക്ക് സിനിമാറ്റിക് രീതിയിൽ നമുക്ക് വീഡിയോസൊക്കെ എടുക്കും. ഞാനൊരു ഷോട്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ. അപ്പോൾ അതൊന്ന് ഞാനൊന്ന് ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കാം, വീഡിയോയുടെ കൂടെ. അപ്പോൾ അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ ഗിംബൽ സമ്മാനിച്ച നമുക്ക് കണ്ണൂരുള്ള നവാസിക്കയോട് നന്ദി അറിയിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഗിംബൽ അൺബോക്സ് ചെയ്ത നമ്മുടെ അവി വ്ളോഗിന് ഒരു നന്ദി അറിയിക്കുന്നു. സത്യത്തിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മീറ്റായിരുന്നു പുള്ളിയായിട്ടുള്ളത്. ഞാൻ പുള്ളിയെ അടുത്ത് ചെല്ലുമ്പോൾ പുള്ളി ഒരു ഒഴിവ് കൂടാതെയും പുള്ളി എൻ്റെ ഗിംബൽ അൺബോക്സ് ചെയ്യുകയും പുള്ളിയുടെ വീഡിയോസ് നിങ്ങളെല്ലാവരും കാണണം. പുള്ളിയുടെ ആ വീട് ചുറ്റുപാടും എല്ലാം നിങ്ങൾ വീഡിയോ കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പുള്ളിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു വീട് പണിയാമെന്നാണ് പുള്ളിയുടെ ഒരു ആഗ്രഹം. അപ്പോൾ അതും സാധിക്കട്ടെ, എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പുള്ളിയെ സപ്പോർട്ട് ചെയ്യണം. കൂടാതെ എൻ്റെ ചാനലും നിങ്ങളെല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ നല്ല നല്ല വീഡിയോസ് ഇതുപോലുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയത്തുള്ളൂ. അപ്പം നിങ്ങൾക്കൊപ്പം ഞാനും കാണും. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.